വിദ്യാർത്ഥികൾ ഭീകരരാണോ? പൈലറ്റ് ഗണ്ണും AK-47 ഉപയോഗിക്കാൻ ആരാണ് ഉത്തരവിട്ടത്? മോദി സർക്കാരിനോട് കടുത്ത ഭാഷയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ അതിരൂക്ഷമായ വിമർശനം. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ തന്നെ സുരക്ഷാ സേനയുടെ നടപടിയെ ചൊല്ലി പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അഴിച്ചുവിട്ടത്. സമാധാനപരമായി അവിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പൈലറ്റ് ഗണ്ണും AK-47 ഉപയോഗിക്കേണ്ട സാഹചര്യം എന്തിനായിരുന്നുവെന്ന് ചോദിച്ച പ്രിയങ്കയാകട്ടെ അവർ ഭീകരരായിരുന്നു എന്ന കടുത്ത ഒരു ചോദ്യമാണ് മോദി സർക്കാരിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ നടപടിക്ക് ആരാണ് ഉത്തരവിട്ടതെന്നും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇതിന് മറുപടി പറയുമോ എന്നും അവർ ഇവിടെ പാർലമെന്റിൽ ചോദ്യമുന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ തന്നെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ അതിൽ ആ പ്രതിഷേധത്തിനിടയിലുണ്ടായ പോലീസ് നടപടിയാണ് പാർലമെന്റിൽ വീണ്ടും രാഷ്ട്രീയ പോരിന് വഴിവെച്ചിരിക്കുന്നത്. കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ലാത്തിചാർജ് നടത്തേണ്ട സാഹചര്യം എന്തായിരുന്നു? ജലപീരങ്കി ഉപയോഗിച്ചത് എന്തിന്? യുവാക്കളെ അപമാനിക്കുകയും വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തത് എന്തിനാണ് എന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. പ്രതിഷേധകരെ നിയന്ത്രിക്കാമെന്ന പേരിൽ ഉപയോഗിച്ച നടപടികളുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പൈലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് ഇവർക്ക് ഉത്തരവിട്ടതെന്നും ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറയുമോ അതോ പ്രധാനമന്ത്രിയാണോ ഇതിന് ഉത്തരവിട്ടത് എന്നതായിരുന്നു പ്രിയങ്കയുടെ ചോദ്യം. ഇത് കോൺഗ്രസിന്റെ മാത്രം ചോദ്യമല്ല എന്നും രാജ്യത്തെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും ഉന്നയിക്കുന്ന ചോദ്യമാണ് എന്നതാണ് അവർ പറഞ്ഞത്. രാജ്യത്തെ യുവാക്കളുടെ ശബ്ദത്തെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഭയക്കുന്നതെന്നും ഇവിടെ പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നുണ്ട്. പ്രധാന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ തന്നെ വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഡൽഹിയിൽ പ്രതിഷേധം രൂക്ഷമായത്. പ്രതിഷേധകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതക പ്രയോഗവും നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവും പ്രതിഷേധത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രതിഷേധം പിന്നീട് രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് പോലും വ്യാപിച്ചു. അതേസമയം വിദ്യാർത്ഥികൾ അഹിംസയുടെയും സത്യത്തിന്റെയും അതുപോലെ അത്തരത്തിൽ ഈ ഒരു പാത സ്വീകരിച്ചു. ഇതിന് സമാനമായാണ് പ്രതിഷേധിച്ചത് എന്നും പ്രിയങ്ക പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഭാവിയായ യുവജനങ്ങൾക്ക് അവരുടെ ആശങ്കകളും ആവശ്യങ്ങളും ഉന്നയിക്കാനുള്ള ജനാധിപത്യ അവകാശമുണ്ട് എന്നും ആ ശബ്ദത്തെ ശക്തി പ്രയോഗത്തിലൂടെ തന്നെ അടിച്ചമർത്താൻ ആരാണ് ഇവർക്കെല്ലാം അധികാരം നൽകിയതെന്ന ചോദ്യമാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ചോദിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.